Welcome to this beautiful episode of Club Class. ടൂറിസ്റ്റുകൾ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് തേക്കടി. പെരിയാർ നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ് എന്നിവ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അട്രാക്റ്റീവ് പ്ലേസസ് ആണ്. സൈറ്റ് സീയിങ്, എലിഫന്റ് റൈഡ്, വില്ലേജ് ആൻഡ് ഗാർഡൻ വിസിറ്റ് എന്നിവ ഇവിടെ വരുന്ന യാത്രക്കാർക്ക് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാവുന്ന ഏരിയാസ് ആണ്. ഇത്തരം ആക്ടിവിറ്റീസിനോടൊപ്പം ലക്ഷറി ഫെസിലിറ്റീസും നൽകുന്ന തേക്കടിയിൽ നിന്ന് 3 കിലോമീറ്റർ മാറി റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നുള്ള റെക്സ കളക്ഷൻ ഗ്രൂപ്പിന്റെ കാടമം കൗണ്ടി റിസോർട്ടിലേക്കാണ് ക്ലബ് ക്ലാസിന്റെ ഇന്നത്തെ ജേർണി. കാടമം കൗണ്ടി റിസോർട്ടിന്റെ ലോബിയാണിത്. ടോട്ടൽ 44 റൂംസ് ആണ് ഈ റിസോർട്ടിനുള്ളത്. 3 കാറ്റഗറീസ് ആയിട്ടാണ് റൂംസ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ടൈഗർ റിസർവ് ഫോറസ്റ്റും റിസോർട്ടിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്തിലാണുള്ളത്. ടോട്ടലി ഒരു നേച്ചർ ഫോക്കസ്ഡ് റിസോർട്ടാണ് കാടമം കൗണ്ടി. കാടമംകോണ്ടിയിലെ നമ്മുടെ റൈക്സർ ഷോപ്പാണിത്. ഇവിടുത്തെ ഓൾ ദ പ്രോഡക്റ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽഫ് ഹെൽപ്പ് വുമൻ ഗ്രൂപ്പ്സ് ആണ്. അതിൻ്റെ നമുക്ക് കുറേയേറെ കമ്പനീസ് ഉണ്ട് ഇവിടെ പ്രോഡക്റ്റ്സ് ചെയ്യുന്നത്. അതിലൊരു മെയിൻ കമ്പനിയാണ് ബെലാഗോ. അതിൻ്റെ സ്കാർഫ്സ് ഒക്കെയാണ് ഈ കിടക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് എലിഫൻറ്റ് പൂ പേപ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. താഴെ ഇരിക്കുന്ന പ്രോഡക്റ്റ്സ് മൊത്തം ന്യൂസ് പേപ്പർ ബിറ്റ്സ് ആണ്. ഇത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമ്മളിതിനെ എടുക്കുന്നത്. കൗണ്ടി റിസോർട്ടിലെ സ്യൂട്ട് റൂമിന്റെ ലിവിംഗ് സ്പേസ് ആണിത്. സിറ്റിംഗ് ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
സ്പേസിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി നൽകിയിട്ടുണ്ട്. നേച്ചറിന്റെ ബ്യൂട്ടിഫുൾ വ്യൂ ലഭ്യമാകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള 3 ബാൽക്കണികളാണ് സ്യൂട്ട് റൂമിനുള്ളത്. സ്യൂട്ട് റൂമിന്റെ ബെഡ്റൂം ആണിത്. കിങ് സൈസ് ബെഡിനോടൊപ്പം ഹാർഡ് ആൻഡ് സോഫ്റ്റ് പില്ലോസ് നൽകിയിട്ടുണ്ട്. വളരെ കളർഫുൾ ആയിട്ടാണ് സ്യൂട്ട് റൂമിന്റെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് ആയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഫർണിച്ചേഴ്സും കോട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ലക്ഷറി റൂമിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്യൂട്ട് റൂമിന്റെ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിന്റെയും ബെഡ്റൂമിന്റെയും സെന്ററിലുള്ള സ്പേസിലാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് സ്യൂട്ട് റൂമിനുള്ളത്. ക്യൂബിക്കൽ ഷവർ ഏരിയ ആണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു മിറർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രഡീഷണൽ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡിൽ ചെയ്തിട്ടുള്ള ഒരു ഊഞ്ഞാലാണിത്. ഇവിടെ വരുന്ന ഗസ്റ്റിന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. പതിനഞ്ച് വർഷത്തിന് മുമ്പ് തുടങ്ങിയ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇത് ഈ കഴിഞ്ഞ 15 വർഷത്തിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ മാറ്റങ്ങളിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഈ മരങ്ങളും ചെടികളും എല്ലാം ഞങ്ങൾ ഈ 15 വർഷം കൊണ്ട് വച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. ഇവിടെ വന്ന് കയറുമ്പോൾ ആൾക്കാർക്ക് ആദ്യം മനസ്സിൽ തോന്നുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഭംഗി എന്നുള്ളതാണ്. കാരണം എവിടെ നിന്ന് നോക്കിയാലും പച്ചപ്പെടുപ്പ് മാത്രം കാണുന്നൊരു പ്രോപ്പർട്ടിയാണിത്. ഓരോ കോട്ടേജിൻ്റെ മുന്നിൽ നിന്നാലും കാണുന്നത് നമ്മുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന പെരിയാർ ടൈഗർ റിസർവാണ്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് പൂളിന് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും ഇന്റർനാഷണൽ സ്പാ ട്രീറ്റ്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഓൾ സ്പൈസസ് എന്ന തീമിൽ തന്നെയാണ് റെസ്റ്റോറന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടി കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാറുള്ളത്. ഉണ്ട്. 20 വർഷവും പ്രസവിക്കാതിരുന്ന ഗർഭിണിയാകാതിരുന്ന ആദ്യത്തെ ഭാര്യ ഗർഭിണിയാവുകയും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഭാര്യ ഗർഭിണിയാവുകയും പിന്നെ ഈ 2 ഭാര്യമാരും മത്സരിച്ച് പ്രസവിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. വെളുപ്പങ്ങനെ ഒരു 3 മണി 3:30 ഉണ്ടാവും. ഞെട്ടി നോക്കുമ്പോൾ കാണുന്നത് ജോൺ ഇരുന്ന് ഛർദ്ദിക്കുക. അവിടെ നിന്ന് ഛർദ്ദിച്ചിട്ട് ഈ ടെറസിലേക്ക് ഛർദ്ദിച്ച് ഈ ഛർദ്ദിലൊഴുകി എൻ്റെ തലയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ സാക്ഷിയോട് അന്ന് വക്കീൽ ചോദിച്ചത് റപ്പക്കുട്ടി എന്നെ കുത്തി എന്നാണോ കേട്ടത്, റപ്പക്കുട്ടി എന്നെ കുത്തി എന്നാണോ വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചു വക്കീൽ. ലാളിത്യമാർന്ന ചലച്ചിത്ര കാവ്യങ്ങൾ കൊണ്ട് മലയാളിയുടെ ആസ്വാദന തലത്തിന് പുതിയ ഭാവുകത്വം പകർന്ന സംവിധായകൻ, കലയിലും ജീവിതത്തിലും തന്റേതായ വഴിയും ഇടവും നേടിയ കലാകാരൻ, കഥാകാരൻ, തിരക്കഥാകൃത്ത് കമൽ 40-ലേറെ സിനിമകളിലൂടെ
3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമാ രംഗത്തെ നിറസാന്നിധ്യമായ കമൽ. ഓർമ്മയിലെ മായാത്ത മുഖങ്ങൾ, നേരനുഭവങ്ങൾ, മറക്കാത്ത സ്മരണകൾ. കമൽ തന്റെ ജീവിത പുസ്തകം തുറക്കുന്നു. ചരിത്രം എന്നിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30. ജീവിതം യാത്രകൾക്കായി മാറ്റിവെച്ച ഒരു സഞ്ചാരി. കഴിഞ്ഞ 16 വർഷമായി തന്റെ ക്യാമറയുമായി ദേശദേശാന്തരങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരി. സാഹസിക ലോകയാത്രികരുടെ പരമ്പരയിലെ ഇന്നത്തെ പ്രതിനിധിയായ ഒരു സഞ്ചാരി. യാത്രകളുടെ കാഴ്ചകളെല്ലാം സഞ്ചാരിയുടെ ക്യാമറയിൽ പതിഞ്ഞു. ക്യാമറയിൽ പതിയാത്ത അനുഭവങ്ങൾ സഞ്ചാരിയുടെ ഹൃദയത്തിൽ പതിഞ്ഞു. ആ സഞ്ചാരി പ്രേക്ഷകർക്കായി അനുഭവങ്ങളുടെ ചെപ്പു തുറക്കുന്നു. അപൂർവാനുഭവങ്ങൾ, ആകുലതകൾ, വ്യഥകൾ, ഹർഷനിമിഷങ്ങൾ. ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എല്ലാ ഞായറാഴ്ചയും രാത്രി 10 മണിക്ക്. ഓരോ മനുഷ്യനിലും ഒരു യാത്രക്കാരനുണ്ട്. യാത്രകളുടെ ഓർമ്മകൾ യാത്രികരുടെ മനസ്സിലെ മായാചിത്രങ്ങളാണ്. കാലമെത്ര കഴിഞ്ഞാലും നിറം മങ്ങാതെ ഇടം വെച്ചു നിൽക്കുന്ന ഓർമ്മചിത്രങ്ങൾ. കർമ്മമണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖർ യാത്രകളുടെ ഓർമ്മച്ചിപ്പ് തുറക്കുന്നു. നടന്നു കണ്ട നാടുകൾ, നവ്യമായ അനുഭവങ്ങൾ. തൊട്ടറിഞ്ഞ സംസ്കാരങ്ങൾ. ഒരിക്കലും മറക്കാത്ത യാത്രാനുഭവങ്ങൾ യാത്രികരുടെ വാക്കുകളിലൂടെ. ആ യാത്രയിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 8:30. കാടമം കൗണ്ടി റിസോർട്ടിന്റെ സ്വിമ്മിംഗ് പൂളാണിത്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് പൂളിന് യൂസ് ചെയ്തിരിക്കുന്നത്. കിഡ്സ് പൂൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പൂളിനോട് അഡ്ജസ്റ്റൻ്റ് ആയി തന്നെയാണ് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂളിന് സൈഡിലുള്ള പൂൾ കോട്ട്സിലും പൂൾ ടേബിൾസിലും ഫുഡ് ആൻഡ് ബിവറേജസ് സെർവ് ചെയ്യാറുണ്ട്. Would you like to have tea or coffee, ma'am? Coffee. Coffee. With milk? No, black coffee. Black coffee. കാടമം കൗണ്ടി റിസോർട്ട് ഗസ്റ്റിനായിട്ട് ഒരുക്കിയിരിക്കുന്ന തട്ടുകടയാണത്. പൂളിന് സൈഡിലായിട്ടാണ് ഈ തട്ടുകട സെറ്റ് ചെയ്തിരിക്കുന്നത്. ടീ, കോഫി ആൻഡ് സ്നാക്സ് ആണ് ഇവിടെ സെർവ് ചെയ്യാറ്.
വരുന്ന ഗസ്റ്റിന് നാടൻ രുചികളെ പരിചയപ്പെടുത്തുകയാണ് ഈ തട്ടുകടയിലൂടെ. കാർഡമം കൗണ്ടി റിസോർട്ടിന്റെ പെന്നി ക്യൂക്ക് എന്ന കോൺഫറൻസ് ഹാളാണിത്. 250 പാക്സ് ആണ് ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. പെന്നി ക്യൂക്കിന്റെ പേരിലാണ് ഈ കോൺഫറൻസ് ഹാൾ അറിയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായി കേരള ട്രഡീഷണൽ ആർക്കിടെക്ചറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോൺഫറൻസ് ഹാളാണിത്. ഡേ ലൈറ്റിലും ഒരു സ്പെഷ്യൽ ആംബിയൻസ് ക്രിയേറ്റ് ആവുന്ന രീതിയിലാണ് ലൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ് ടു കണ്ടക്ട് എ പ്രൊഫഷണൽ കോൺഫറൻസ്. കാർഡമം കൗണ്ടി റിസോർട്ടിന്റെ ഗ്രീൻ ലീഫ് സർട്ടിഫൈഡ് ആയുർവേദിക് സെന്ററായ ആയുറയാണിത്. ട്രഡീഷണൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സും ഇന്റർനാഷണൽ സ്പാ ട്രീറ്റ്മെന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വരുന്ന ഗസ്റ്റിന് ആയുർവേദ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഇവിടെയുണ്ട്. നമ്മൾ സിറ്റുവേറ്റ് ചെയ്തേക്കുന്ന 4 acres ഓഫ് ലാൻഡിലാണ്. ടോട്ടൽ റൂംസ് 44 റൂംസ്. അതിനകത്ത് 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 31 പെരിയാർ കോട്ടേജസ്, 11 കൗണ്ടി കോട്ടേജസും 2 സ്വീറ്റ് റൂമുമാണ് നമ്മുടെ ടോട്ടൽ ഇൻവെൻട്രി. ബാക്കിയുള്ള ഫെസിലിറ്റീസ് എന്ന് പറയാൻ നമുക്കൊരു ലാർജ് സ്വിമ്മിംഗ് പൂളുണ്ട്, ആയുർവേദ സ്പാ, യോഗ റൂം, ഗെയിംസ് റൂം, പിന്നെ ഉള്ളത് ഫുഡ് ആൻഡ് ബെവറേജ് ഔട്ട്ലെറ്റ്സ് ആണ്. ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ വൈൻ ആൻഡ് ബിയർ ബാർ, പൂൾ സൈഡ് കഫേ, പ്രൈവറ്റ് ഡൈനിങ് ഏരിയാസ്. ബാങ്ക്വറ്റിംഗ് ഫെസിലിറ്റി നമുക്കൊരു 250 പാക്സിനെ അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഓപ്പൺ എയർ ഏരിയ ഉണ്ട്. പിന്നെ ബാങ്ക്വറ്റ് ഹാൾസ് നമുക്ക് ടോട്ടൽ 3 ബാങ്ക്വറ്റ് ഹാൾസ് ആണുള്ളത്. ഗസ്റ്റിന് നമ്മൾ ഓഫർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ഫോറസ്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണുള്ളത്. അതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള ട്രക്കിങ്സ്, അതായത് ട്രക്കിങ്സ് ഉണ്ട്, സോഫ്റ്റ് ട്രക്കിങ്സ് ഉണ്ട്, ഹാർഡ് ട്രക്കിങ്സ് ഉണ്ട്, ഫുൾ ഡേ പ്രോഗ്രാംസ് ഉണ്ട്, എലിഫൻറ്റ് റൈഡ്സ് ഉണ്ട്, സ്പൈസ് പ്ലാന്റേഷൻ വിസിറ്റ്സ്, ജീപ്പ് സഫാരീസ്, മൗണ്ടൻസും വ്യൂ പോയിൻറ്റ്സ്, വൈൻയാർഡ്സ് ഒക്കെ കവർ ചെയ്യുന്ന ജീപ്പ് സഫാരീസ്, ഇതൊക്കെയാണ് ഫോറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. കാർഡമം കൗണ്ടി റിസോർട്ടിന്റെ ബിസിനസ് സെന്റർ ആണിത്. ഇവിടെ വരുന്ന ഗസ്റ്റിനായിട്ട് ഒരുപാട് ബുക്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തേക്കടിയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പിക്ചേഴ്സ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. പ്രദേശത്തെ പക്ഷികളെയും വൃക്ഷങ്ങളെയും കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഗസ്റ്റിന് നൽകുന്നതിനായി നേച്ചറിസ്റ്റിന്റെ സഹായം ഇവിടെ ലഭ്യമാണ്. ഫുള്ളി വൈഫൈ എനേബിൾഡ് റിസോർട്ടാണ് കാർഡമം കൗണ്ടി. ഓൾ സ്പൈസസ് എന്ന തീമിൽ തന്നെയാണ് റെസ്റ്റോറന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടി കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാറുള്ളത്. യമൻ ലോകത്തെ ഏറ്റവും പ്രാചീനമായ സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യം.
പട്ടും പരവതാനിയും സുഗന്ധവ്യഞ്ജനങ്ങളുമായി പല നാടുകളിൽ നിന്നും വർത്തക സംഘങ്ങൾ വന്നണഞ്ഞിരുന്ന രാജ്യം. അറേബ്യൻ ഉപദ്വീപിലെ മഹത്തായ സാംസ്കാരിക ഭൂമിയായ യമൻ ഇന്ന് സംഘർഷവേദിയാണ്. അറേബ്യൻ വസന്തത്തിന്റെ രൂക്ഷ പരിമളത്തിൽ യമൻ അസ്വസ്ഥമാണ്. ഏത് നിമിഷവും ഒരു വെടിവയ്പുണ്ടാകാം, ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാം, തീജ്വാലകൾ ആളിപ്പടരാം. അരയിൽ കഠാരയും ചുമലിൽ AK-47 തോക്കും ധരിച്ച് നടക്കുന്ന ആളുകളുള്ള യമന്റെ നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും സാഹസികമായൊരു സഞ്ചാരം. യമന്റെ പുരാണങ്ങളിലൂടെ, ചരിത്രത്തിലൂടെ, ഇന്നിൻ്റെ നേരറിവുകളിലൂടെ അവിസ്മരണീയമായ ദീർഘസഞ്ചാരം. കാണുക സഞ്ചാരം യമനിലൂടെ. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30-നും 10-നും. ലൊക്കേഷനുകൾ സിനിമാ കഥ പറയുന്നു. ചില ലൊക്കേഷനുകൾ ഇങ്ങനെയാണ്, അത് സിനിമയ്ക്ക് ഭാഗ്യം കൊണ്ടുവരും. തങ്ങളെ ഭാഗ്യകിരീടമണിയിച്ച ലൊക്കേഷനുകളിലേക്ക്. സിനിമയിൽ കാണുന്നത് പോലെയാണോ യഥാർത്ഥ ലൊക്കേഷൻ? സിനിമയ്ക്ക് ശേഷം ലൊക്കേഷന് എന്ത് സംഭവിച്ചു? ഒരേ ലൊക്കേഷനിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലാൻ സിനിമാക്കാർക്കുള്ള ഉൾപ്രേരണയുടെ കാരണമെന്താണ്? ലൊക്കേഷനുകൾ സിനിമാ കഥ പറയുന്നു. ലൊക്കേഷൻ ഹണ്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 8 മണിക്ക്. ലോകചരിത്രത്തിലെ അത്യത്ഭുതകരമായ ഒരു നൂറ്റാണ്ട്. മനുഷ്യനന്മയുടെ പ്രഭാകിരണങ്ങൾ പടർന്നു പരിലസിച്ച നൂറ്റാണ്ട്. മനുഷ്യനുള്ളിടത്തോളം കാലം വിസ്മരിക്കാനാവാത്ത കണ്ടുപിടുത്തങ്ങളുടെ നൂറ്റാണ്ട്. ലോകനഭസിലേക്ക് അനശ്വരരായ മഹാപ്രതിഭകൾ ഉദിച്ചുയർന്ന നൂറ്റാണ്ട്. ലോകത്തെ ഭീതിയിൽ നിർത്തിയ നരമേധങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ നൂറ്റാണ്ട്. യുദ്ധവെറിയും കുടിലതകളും മാനവരാശിയെ കിടിലം കൊള്ളിച്ച നൂറ്റാണ്ട്. ലോകഗതിയെ മാറ്റിമറിച്ച 100 വർഷങ്ങളുടെ ക്രമാനുഗതമായ ദൃശ്യാവിഷ്കാരം. 20-ാം നൂറ്റാണ്ട്. ഇരുപതാം നൂറ്റാണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9 മണിക്ക്. കാർഡമം കൗണ്ടി റിസോർട്ടിന്റെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് ആയ ഓൾ സ്പൈസസ് ആണിത്. ഓൾ സ്പൈസസ് എന്ന തീമിൽ തന്നെയാണ് റെസ്റ്റോറന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെറൈറ്റി ഓഫ് സ്പൈസസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ബുഫേ കൗണ്ടറിനോട് ചേർന്ന് സ്പൈസസിന്റെ പ്ലാൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആന്റിക് ഫീൽ നൽകുന്ന ഫർണിച്ചേഴ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 84 പാക്സ് ആണ് റെസ്റ്റോറന്റിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി. Hi, hello. Yeah, this is the special buffet. What we do it for the guest. നമ്മൾ എപ്പോഴും ഗസ്റ്റിന് കൊടുക്കുന്ന ഈ ഒരു സ്റ്റൈലിലാണ്. ഇവിടെ വന്നിട്ട് നമ്മുടെ പിക്കിൾസ്, അച്ചാർ,
then the condiments from here it starts. സോ ഇതാണ് നമ്മുടെ സൂപ്പ് സ്റ്റേഷൻ. സോ ഒരു വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും സൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബോത്ത്സും റെഡും ഗ്രീനും ആണ്. സോ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു പാസ്ത എടുക്കാം. സോ വിത്ത് ടൊമാറ്റോവും ചീസ് സോസും കൂടി മിക്സ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഗുഡ് ടേസ്റ്റ്. സോ ആദ്യം ഇപ്പോൾ ഒലീവ് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. സോ ഇപ്പം ഗാർലിക് ഇട്ടു. അപ്പോൾ നന്നായിട്ട് സോട്ട് ചെയ്യണം. Taste it. കഴിച്ചു നോക്കി. Okay, thank you. Cheers. Cheers. കാടമം കൗണ്ടി റിസോർട്ടിന്റെ കൗണ്ടി കോട്ടേജുകളിൽ ഒന്നാണിത്. കിങ് സൈസ് ബെഡും ട്വിൻ ബെഡും ഈ കാറ്റഗറി റൂംസിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മനോഹരമായ ലിവിംഗ് ഏരിയ ബെഡ്റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാടമം കൗണ്ടി റിസോർട്ടിന്റെ കോഫി ലോഞ്ചായ സിനബാറാണിത്. ഇവിടെ വരുന്ന ഗസ്റ്റിന് ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയൽ പ്ലേസ് ആണ്. ഗസ്റ്റിന് വേണ്ടി ബിയർ ആൻഡ് വൈനും ടീയോ കോഫിയും ഇവിടെ സെർവ് ചെയ്യാറുണ്ട്. കാടമം കൗണ്ടി റിസോർട്ട് ഇവിടെയാണ് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടി കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാറുള്ളത്. റിസോർട്ടിന്റെ ബ്യൂട്ടിഫുൾ ആംബിയൻസിനോടൊപ്പം വളരെയധികം പ്രൈവസിയും ലഭ്യമാകുന്ന ഒരിടമാണിത്. കാടമം കൗണ്ടിയിൽ വരുന്ന ഗസ്റ്റിന് പാം ലീഫ് എൻഗ്രേവിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാനും അത് പർച്ചേസ് ചെയ്യാനുമുള്ള അവസരമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. പുരാതനകാല സ്റ്റോറീസ് ആണ് ഇവിടെ കൂടുതലായും ചെയ്തു വരുന്നത്. പാം ലീഫിൽ എഴുത്താണി കൊണ്ട് വരച്ചതിന് ശേഷം അതിനു മുകളിൽ പല നിറത്തിലുള്ള മഷികൾ പുരട്ടിയാണ് ഇതിനെ കളർഫുൾ ആക്കുന്നത്. നേച്ചർ ഫോക്കസ് റിസോർട്ടായ കാടമം കൗണ്ടി ട്രാവലേഴ്സിനെ വീണ്ടും വീണ്ടും തേക്കടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. See you next time with more luxury places. Goodbye.